സർ, CPI വലിയ പ്രതിഷേധം ഉയർത്തുകയാണല്ലോ, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോ CPM ആണെങ്കിൽ അതിനെ ചവിട്ടി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ സംഭവിക്കുക? ഇത് പിളരുമോ? എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് CPM അത് കൊടുക്കാൻ തന്നെ സാധ്യതയില്ല. CPI ഏറ്റവും ഒടുവിൽ അതിന് വഴങ്ങേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഇനി അതല്ല, ഒരു 50% ചാൻസ് കൂടി ഉണ്ട് കേട്ടോ, ഒരു ചിലപ്പോൾ അവർക്കത് കൊടുക്കാനായിട്ട്. പക്ഷെ അത് കൊടുക്കുമ്പോൾ ഈ ഏറ്റവും വലിയ ചോദ്യം ആളുകൾ ചോദിക്കേണ്ടത്, CPI എന്തിനാണ് ഇതിനു വേണ്ടി ഇത്തരം മസിൽ പിടിക്കുന്നത് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ, ഒന്ന് ഈ നിയമസഭാ കക്ഷി ഉപനേതാവ് അല്ലെങ്കിൽ ഒരു മുന്നണിയിലെ ഉപനേതാവ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ഉപനേതാവായിരുന്നു, ആ കാര്യത്തിൽ സംശയമില്ല. അതിനു മുമ്പ് പക്ഷേ ഈ ഉപനേതാവ് ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോഴെല്ലാം CPM തന്നെയായിരുന്നു ഉപനേതാവ്. ഇപ്പൊ VS ആയിരുന്നപ്പോഴത്തേക്കും കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ സമയത്ത് CPI എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം മസിൽ പിടിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടാതെ CPI പറയുന്നത് നിയമസഭയിൽ ഞങ്ങൾ ഒറ്റക്ക് പെർഫോം ചെയ്യും എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ അദ്ദേഹത്തിന് ആകെ കിട്ടാൻ പോകുന്നത് അവിടെ നിയമസഭയുടെ കോംപ്ലക്സിനകത്ത് ഒരു റൂമാണ് കിട്ടാൻ പോകുന്നത്, ഒരു ഓഫീസ് റൂം കിട്ടും. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പ്രതിപക്ഷ നേതാവിന്റെ പ്രിവിലേജോ അല്ലെങ്കിൽ മറ്റേ വസതിയോ ക്യാബിനറ്റ് റാങ്കോ ഒന്നും കിട്ടില്ല. പിന്നെ എന്തിനായിരിക്കും? അപ്പൊ അതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, CPI എന്ന് പറയുന്നത് ഇടതുപക്ഷത്ത് ചെറിയൊരു കട്ടപ്പയാണ്. മനസ്സിലായി? അതാണ് അതിന്റെ കാര്യം. എന്ന് പറഞ്ഞാൽ CPI നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ CPI ഒക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് CPM അല്ലാതെ ബാക്കിയുള്ള പാർട്ടികളൊന്നും തന്നെ വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല. ഇപ്പൊ പിണറായി വിജയനെതിരെയോ കഴിഞ്ഞ സർക്കാരിനെതിരെയോ ഉണ്ടായിട്ടുള്ള വലിയ ആരോപണങ്ങൾ നേരിടാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളൊക്കെ നേരിടാനോ വേണ്ടി CPI എന്താണ് ചെയ്തത്? CPI വലിയ കാര്യവും ചെയ്തിട്ടില്ല. CPI കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു 3 അല്ലെങ്കിൽ മാക്സിമം വന്ന 5 ലക്ഷം വോട്ടുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിൽ. ഇപ്പൊ ശരിയാണ്, മുസ്ലിം ലീഗിന് വോട്ടുണ്ട്, ഒരു 11-12 ലക്ഷം വരെ വോട്ടുണ്ടാവും. പക്ഷെ അതിന്റെ പകുതി പോലും വോട്ടില്ലാത്ത ഒരു 3-3.5 ലക്ഷം 4 ലക്ഷം വോട്ടുള്ള ഒരു പാർട്ടി മാത്രമാണ് CPI എന്ന് പറയുന്നത്. ഏതെങ്കിലും മണ്ഡലത്തിൽ അവർക്ക് ഒറ്റക്ക് നിന്ന് ജയിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്നാൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അവരുടെ എക്കാലത്തുള്ള രീതി എന്ന് പറയുന്നത്, ഇപ്പൊ PM ശ്രീ ഒപ്പിട്ടു, അപ്പൊ അവർ വലിയ ബഹളം ഉണ്ടാക്കി. അതുപോലെ നമ്മുടെ തോമസ് ചാണ്ടിയുടെ കേസിൽ പണ്ടുണ്ടായപ്പോഴേക്കും ഇവര് മന്ത്രിമാര് ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു തന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-ന് ഒരു അടി കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ മുഖം നന്നാക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ്. പക്ഷെ ഒടുവിൽ വഴങ്ങേണ്ടി വരികയാണ്. അല്ല, ഒടുവിൽ വഴങ്ങേണ്ടി വന്നെങ്കിൽ പോലും ഇവര് വലിയ ആദർശ ധീരരുടെ പാർട്ടിയാണ്. മനസ്സിലായോ? ഞങ്ങൾ വളരെ ജെന്യൂനും ആയിട്ടുള്ള പാർട്ടിയാണ്. ഈ കഴിഞ്ഞ തവണ ഇടതുപക്ഷം തോറ്റതിൽ പോലും CPIയുടെ പങ്ക് വളരെ കൂടുതലാണ്. ഒന്ന് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തിയിട്ടുള്ള വലിയ വിവാദം. അതുകൂടാതെ CPIയുടെ സമ്മേളനങ്ങളിൽ നിരവധിയായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ എടുത്ത് നോക്കുക. നിങ്ങൾ കൃത്യമായി ഒന്ന് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ CPIയുടെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. എങ്ങനെ ഈ വാർത്ത പുറത്തേക്ക് തന്നെ? ഇവര് സെലക്റ്റീവായി ലീക്ക് ചെയ്ത് കൊടുത്തിട്ടാണ്. അതായത് ഇവരുടെ നേതാക്കൾക്കെതിരെ ഒന്നും യാതൊരുവിധ വിമർശനവും ഇല്ലേ? അപ്പൊ ഇവരുടെ നേതാക്കൾക്കെതിരെയൊക്കെ വിമർശനമുണ്ട്. പക്ഷെ അതൊന്നും വരാതെ പിണറായി വിജയനെതിരെയുള്ള വിമർശനം, പിണറായി വിജയന്റെ അധികാരം, ധാർഷ്ട്യം, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വൈരാഗ്യം CPM-നോടുണ്ട്. ഈ കൂടെ നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് പലപ്പോഴും ദേഷ്യമൊക്കെ ഉണ്ടാവുക. മനസ്സിലായി? അപ്പുറത്ത് നിന്നുള്ള അവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. പിന്നെ CPM കുറച്ചുകൂടി ഒരു അധീശത്വം അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു കൺട്രോൾ ഏറ്റെടുക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. അപ്പൊ ആ പാർട്ടി കൂടിയാണ്. അപ്പൊ അതിന്റെ ഇടയിലൂടെ ഇവരിങ്ങനെ ഒരു ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, CPIക്ക് ഒരു ധാരണ കൂടിയുണ്ട്. ഈ സന്ദർഭം ഉപയോഗിച്ച് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ഒരു സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ നേടാം. CPI ഒക്കെ പതുക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തകർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്പേസ് വേണമെങ്കിൽ നേടാം. അപ്പോൾ അത്തരത്തിൽ ഞങ്ങളൊരു കുറെ കൂടി റിയൽ ആയിട്ടുള്ള ഇടതുപക്ഷം അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു പ്രതിപക്ഷമായി ഞങ്ങൾക്ക് മാറാൻ കഴിയും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിലേക്ക് അവർ നീങ്ങണമെങ്കിൽ ഈ പ്രതിപക്ഷ ഉപനേതാവൊന്നും മേടിച്ചിട്ട് കാര്യമില്ല. അവർ ചെയ്യേണ്ടത്, അവർ സമരത്തിനിറങ്ങണം, ബാക്കിയുള്ള ഈ പറയുന്ന പോലെ കാര്യത്തിനിറങ്ങണം. അതിന് അവരെ കൊണ്ട് പറ്റിയില്ല. കാരണം AIYF എന്ന് പറഞ്ഞ സംഘടനയിൽ ഇപ്പൊ എത്ര പേരുണ്ട്? മനസ്സിലായി? AISF എത്ര പേരുണ്ട്? ഏത് ക്യാമ്പസിലുണ്ട് AISF?
ഇപ്പൊ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും താങ്കൾ അറിയേണ്ടത് SFI ഉള്ളതുപോലെ തന്നെ ASF ഒക്കെ ഉണ്ട്. നമ്പർ ഇപ്പൊ നമ്മൾ 50 പേരുള്ളപ്പോൾ അവരെ 3 പേരായിരിക്കും 5 പേരായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ASF ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ASF ഏത് ക്യാമ്പസുകളിലുണ്ട് എനിക്ക് സംശയമാണ്. അതുപോലെ ഞാൻ നിരന്തരമായി ഒരു 10-15 കൊല്ലം മുമ്പ് എന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒക്കെ വിളിക്കുകയും ചില സഹായങ്ങളൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന മറ്റേ അവരുടെ യുവജന സംഘടനയുടെ ഒക്കെ ആളുകൾ. അത് മനസ്സിലായോ? അപ്പൊ അത് സഞ്ജിത്തൊക്കെ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് പോലും അവർ ഒരുപാട് താഴേക്ക് മാറി. കഴിഞ്ഞ 10 കൊല്ലത്തെ ഒരു ഭരണം അവരെ കൂടി യഥാർത്ഥത്തിൽ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അലംഭാവരും നിഷ്ക്രിയരും അതുപോലെ തന്നെ മറ്റ് ആളുകൾ ആ പാർട്ടിയിലേക്ക് വന്ന് ചേക്കേറലും താല്പര്യമുള്ള ആളുകൾ വന്ന് ചേക്കേറലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിരവധി സ്ഥലങ്ങളിൽ അവർക്കെതിരെ സീറ്റ് വിൽപ്പന എന്ന് പറയുന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. താങ്കളൊക്കെ ഓർക്കുന്നുണ്ടാവും, തിരുവനന്തപുരത്ത് ഒരു MP ആയി മത്സരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വരികയും അത് സീറ്റ് വിറ്റതാണ് എന്ന് പറയുന്ന ആരോപണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പലപ്പോഴും സ്വന്തം പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങളെയോ അല്ലെങ്കിൽ പ്രതിസന്ധികളെയോ അതിലേക്ക് ആളെ കൂട്ടാനോ ഒക്കെ വളരെ കൃത്യമായൊന്നും ശ്രമിക്കാതെ ഇവര് പലപ്പോഴും ചെയ്യുന്ന ഒരു പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CPM ചാരിക്കൊണ്ട് ഇവര് എല്ലാ ഭരണത്തിന്റെ സുഖസൗകര്യങ്ങൾ മുഴുവൻ അനുഭവിക്കുകയും എന്നാൽ ഞങ്ങൾ ക്ലീൻ ആണ്, ഞങ്ങൾ ഒരു വേറിട്ട പാർട്ടിയാണ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി ആളുകളിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകളാണ്. ഇപ്പൊ ഇവിടെ രാജു എന്ന് പറയുന്ന P. രാജു എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു, നമുക്കൊക്കെ അറിയാം, പറവൂരിൽ നിന്നാണ്. അദ്ദേഹം പാർലമെന്റിലേക്ക് നിയമസഭയിലേക്ക് മത്സരിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര വലിയ വിവാദമാണ് ഇവിടെ ഉണ്ടായെന്നറിയും. ഇനി ഈ കോർപ്പറേഷനിൽ പോലും CPIയുടെ ചില നേതാക്കന്മാരെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിരുന്നു, ഞാനിപ്പോ പേരൊന്നും പറയുന്നില്ല, എന്ത് അഴിമതി ആരോപണമായിരുന്നു അറിയും. അതായത് താഴേക്കിടയിലുള്ള ആളുകൾ വലിയ തോതിൽ അഴിമതിക്കാരായിട്ടുള്ള ഒരു പാർട്ടി ആയി മാറിയിരുന്നത്. അപ്പൊ ഇതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ചുളുവിൽ എന്ത് ചെയ്യാം, CPM ബാക്കിൽ നിന്ന് കുത്തിയിട്ടാണെങ്കിലും CPI ഞാൻ തുറന്ന് പറയാം. ഇപ്പൊ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനൊന്നും പറയുന്നില്ല. ഞാൻ CPIയുടെ നേതാക്കന്മാരോട് 2-3 പേരോട് MNs CPIയുടെ ഓഫീസിൽ ചെന്നിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ കുറെ പദ്ധതികളും പരിപാടികളും ഒക്കെ മുന്നോട്ട് വെച്ചപ്പോൾ അവര് കൂളായിട്ട് എൻ്റെ അടുത്ത് പറയണേ അതൊക്കെ CPM ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ പണി മുഴുവൻ അവരെടുക്കണം, CPM എടുക്കണം. CPM അറിയാം ഇത്. അല്ല, CPI മത്സരിക്കുമ്പോഴും പണിയെടുക്കുന്നത് CPM ആണ്. അല്ലാതെ പിന്നെ എവിടെ കൂടി വന്നവർക്ക് 3 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം വോട്ടുണ്ടാവും മാക്സിമം വന്നാൽ. ഞാൻ തുറന്നു പറഞ്ഞാൽ ഒറ്റക്ക് മത്സരിച്ച് ഇവർക്ക് ഒരു 3 ലക്ഷം വോട്ട് കൂടുതൽ എന്ത് ചെയ്യില്ല, കേരളത്തിൽ കിട്ടില്ല. 25-27 മണ്ഡലങ്ങളിൽ ഇവരൊന്ന് മത്സരിച്ചു പോട്ടെ. ഈ ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ ബിനോയ് വിശ്വം ആണല്ലോ ഇപ്പോൾ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത്. ഈ ബിനോയ് വിശ്വത്തിന് മുമ്പ് വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അതായത് ബിനോയ് വിശ്വം നേതൃത്വത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇടിവുണ്ടാവുമല്ലോ. ഇപ്പോൾ CK ചന്ദ്രപ്പനൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ വലിയ പ്രക്ഷോഭവും കാര്യങ്ങളും ഒക്കെ ഞാൻ വാർത്തകളൊക്കെ ഒരുപാട് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു ഫാക്ടർ അല്ലേ? അല്ല, ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല. അത് നമ്മളതിനൊക്കെ വളരെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബിനോയ് വിശ്വം വന്നിട്ട് ഇവിടെ എന്താ അത്ഭുതം കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല. കാരണം വെച്ചാൽ ഞാൻ അതിനു മുമ്പ് C. ദിവാകരനെ കേട്ട് ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് തന്നെ നമുക്ക് CPIയിലെ പ്രശ്നങ്ങൾ അറിയാം. ഞാൻ ഈ കഴിഞ്ഞ തവണ ഇപ്പൊ പ്രകാശ് ബാബുവായിട്ടും അതുപോലെ സത്യൻ മുഖേരിയായിട്ടും ഒക്കെ ഒരു തവണ സംസാരിച്ചതാണ്. ഞാൻ പറഞ്ഞ പേഴ്സണലി അല്ല, അവരൊരുമിച്ചാണ്. അതേസമയം ഞാൻ C. ദിവാകരനായിട്ട് അങ്ങനെ അതിൽ കൂടുതൽ സംസാരിച്ചാണ്. താങ്കൾ അറിയേണ്ടത് ഇത് നമ്മളിപ്പോ വെളിയം ഭാർഗവൻ അല്ലെങ്കിൽ CK ചന്ദ്രപ്പൻ ഇവരുടെയൊക്കെ ഒരു കാലഘട്ടം വരെ പിന്നെയും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ പൊതുവിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവരുടെ താഴേക്കിടയിലുള്ള ആളുകൾ അഴിമതിക്കാരോ എന്നാൽ മുകളിലുള്ള ആളുകൾ അങ്ങനെ അഴിമതിക്കാരൊന്നും അല്ല എന്ന് പറയുന്ന, ഇപ്പൊ വെളിയം ഭാർഗവൻ ആശാൻ എന്നാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കെട്ടുറപ്പ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. യൂണിയൻ രംഗത്തേക്കൊക്കെ ഉണ്ടായിരുന്ന കാനം രാജേന്ദ്രൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നു. അപ്പൊ സത്യത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം അതിനു മുമ്പ് അദ്ദേഹം നിരവധി കാര്യങ്ങളിൽ ഇടപെടുന്നു. ഇപ്പൊ വിനയൻ സിനിമാ രംഗത്തുണ്ടായിരുന്ന പ്രശ്നത്തിലൊക്കെ പോലും അദ്ദേഹം വന്ന് സ്ട്രോങ് ആയി ഇടപെടുകയും വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം സെക്രട്ടറി ആയപ്പോൾ ആ നിലപാടൊക്കെ മാറ്റിയിട്ട് ഏതാണ്ട് CPMന് കീഴടങ്ങുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ആ സമയം മുതൽ തന്നെ പാർട്ടിയിൽ വലിയ തോതിൽ ഇത്തരത്തിൽ ഒരു ആക്റ്റീവ് അല്ലാത്ത പാർട്ടി എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു.
അതിൽ നിന്ന് കുറച്ചുകൂടി ഭേദമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ ബിനോയ് വിശ്വം വന്നിട്ട് ഇരിക്കുമ്പോൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ മറ്റതുപോലെ ആകുക എന്ന് പറയുന്ന ഒരു ഇപ്പൊ വെളിയം ഭാർഗവനെ പോലെയോ CK ചന്ദ്രപ്പൻ ഉണ്ടായ പോലെയോ ഒരു പാർട്ടി ഇപ്പൊ അതല്ല. കാരണം അതിന്റെ താഴെത്തട്ടിലേക്ക് ജില്ലാ നേതൃത്വം മുതൽ ഏറ്റവും ലോക്കലായിട്ടുള്ള നേതൃത്വം വരെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിൽ ഇരിക്കുന്ന ആളുകൾ വരെ വലിയ തോതിൽ അവർക്ക് പാർലമെന്ററി വ്യാമോഹങ്ങളും അഴിമതിയിലും ഒക്കെ അവർ അഭിനമിച്ച് കഴിഞ്ഞു. ഏത് കാനവരുന്നപ്പോ തന്നെ കഴിഞ്ഞു. പിന്നിപ്പ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിശ്വം വന്നിരുന്നുകൊണ്ട് നാളെ രാവിലെ ഇവരെല്ലാം ശുദ്ധീകരിക്കപ്പെടുമെന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഇപ്പൊ എനിക്കറിയാം. CPIയുടെ ചില ലോക്കൽ കമ്മിറ്റി മെമ്പർ സെക്രട്ടറിമാരെയൊക്കെ എനിക്കറിയാം. വളരെ ഇതായിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലുമാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് അവർ ഉപജീവനം കഴിക്കുന്നത് പോലും. പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. വലിയ അഴിമതിയോ അങ്ങനെയൊന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ഇത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ വെറും CPIയുടെ ഗിമ്മിക്കാണ്. ഇപ്പൊ ഇത് കിട്ടിയിട്ട് എന്തോ മലമറിക്കാൻ പോണേത്, നിയമസഭാകക്ഷി ഉപനേതാവ് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു, ഒന്നും മലമറിക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ അവർക്ക് ഇപ്പൊ നിയമസഭാകക്ഷിയുടെ സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ ചീഫ് വിപ്പ് ആകാം, അല്ലെങ്കിൽ ഇതുപോലെ നിയമസഭാകക്ഷി നേതാവാകാം, അല്ലെങ്കിൽ ഉപനേതാവാകാം. ഇതിൽ ഉപനേതാവ് തന്നെ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ നിയമസഭയിലും ഞങ്ങളുടെ ഒരു പ്രസക്തി കേരളത്തിലൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അടുത്ത സംശയം എന്ന് വെച്ചാൽ ഇനി CPM ഒരു പതുക്കെ അങ്ങനെ തകർന്നാൽ പോലും ആ ലെവലിലേക്ക് ഒരു യഥാർത്ഥ ഇടതുപക്ഷം എന്നുള്ള നിലക്ക് ഭാവിയിലേക്ക് ഉയർന്നു വരാൻ കഴിയുമെന്ന് പറയുന്ന ഒരു വൃഥാ സ്വപ്നങ്ങളൊക്കെ ഇവരുടെ മനസ്സിലുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ട്. മനസ്സിലായി? അല്ല, കാര്യമായിട്ട് പറഞ്ഞത് ഇവിടെ ഒരു ഇടതുപക്ഷ സ്പേസ് ഉണ്ട് കേരളത്തിൽ. അപ്പൊ ആ ഇടതുപക്ഷ സ്പേസിലേക്ക് CPM ഇപ്പൊ യഥാർത്ഥ ഇടതുപക്ഷമല്ല എന്ന് പറയുന്ന ഒരു കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ലെവലിലേക്ക് ഞങ്ങള് മാറിയേക്കാം എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടോന്ന് ഞാൻ വേണമെങ്കിൽ ഇത് വിശദീകരിക്കട്ടെ. ഞാൻ ഒരു 50 സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറയേണ്ടി വരും. ഇവരുടെ ഒരു 100 സ്റ്റേറ്റ്മെന്റ് പറയേണ്ടി വരും. പിന്നെ ഞാൻ എന്നോട് വ്യക്തിപരമായി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇവരുടെ ഉള്ളിൽ ഉണ്ട്. ഇത് ഇവർക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം, ഇവരും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബിനോയ് വിശ്വത്തിന്റെ മകള് പഠിച്ചത് വിദേശത്താണ്, എന്നിട്ടാണ് ഇവിടെ PMCനെ എതിർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവരൊന്നും കേൾക്കുന്നില്ല. ഇവര് കേൾക്കുന്നതോ ഒരു പ്രതിരോധം പോലും ഉയർത്തുന്നില്ല ഇടതുപക്ഷത്തിന് വേണ്ടി. പകരം ഇവരെന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ CPM എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തു പറഞ്ഞാൽ അപ്പൊ ഇവർ ചാടി വീഴുകയും വളരെ അക്രമാസക്തരാവുകയും ചെയ്യും. ഇപ്പൊ PMCയുടെ പ്രശ്നത്തിൽ ഈ വലിയ പ്രശ്നം നടക്കുമ്പോൾ ഞാൻ കോഴിക്കോട് ഓഫീസിലുണ്ട് അവിടെ. അപ്പൊ ഞാൻ അവിടുത്തെ ഒരു പ്രവർത്തകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ഇടതുപക്ഷം വിടുവോ, മന്ത്രിസഭ വിടുവോ എന്നൊക്കെ ചോദിച്ചു. അത്രയൊന്നും പോകില്ല സാറേ എന്ന് പറഞ്ഞ് നിൽക്കണേന്. അപ്പൊ ഞാൻ പറഞ്ഞത് ബേസിക്കലി ഇതൊക്കെ ഇവരുടെ ഒരു അഭ്യാസം ആണ്. അതിന്റെ പ്രശ്നം ഒന്ന് മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക, രണ്ടാമത് ലോങ് ടൈമിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താൻ പറ്റുമോ എന്നുള്ള വൃഥാമോഹം. ഇടതുപക്ഷം തകർന്ന് ഇത് ഇടപെടലും തകരും. അല്ലാതെ ഇടതുപക്ഷം തകർന്നിട്ട് CPI മറ്റേ അഗ്നിക്കിടയിലൂടെ വീഴ്ന്ന് കൈയൊന്നും വരുമെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ ഞാനിത് അവരോട് നേതാക്കന്മാരോട് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യരുത്. കാരണം ചെയ്ത് അപ്പൊ ചിലപ്പോൾ ചിലർക്ക് എന്നോട് വിരോധം തോന്നുമായിരിക്കും. കുഴപ്പമില്ല. പിന്നെ അവർക്ക് എല്ലാവരും നല്ല ഇതുണ്ട് കേട്ടോ. അവർ പറഞ്ഞ കേൾക്കുകയും വളരെ സംയമനത്തോടുകൂടി നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. വളരെ സ്നേഹത്തോടെ സംസാരിക്കും. അതുകൊണ്ട് പറയാനുള്ളൊരു കാര്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ അവരോട് പറയാം. പക്ഷെ അവര് ഈ പറയുന്ന ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഇടതുപക്ഷം ഓൾറെഡി ദൗർബല്യത്തിലാണ്, 35 സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയി. ഇനി 3 സീറ്റ് BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ കേരളത്തിൽ ഉയർത്തേണ്ട പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ, മറ്റ് ഈ പറയുന്ന PMCയുടെ കാര്യത്തിൽ, ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഇവർക്കൊരു അഭിപ്രായമില്ല. ശ്രദ്ധിച്ചണ്ട, സതീശനെതിരെ ഇവർക്കൊരു അഭിപ്രായമില്ല. ഇവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വല്യേട്ടൻ മനോഭാവം കാരണം. ആര് വല്യേട്ടൻ? പിന്നെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള കക്ഷിയല്ലാതെ വേറെ ആരെങ്കിലും വല്യേട്ടനാവും? ഒറ്റക്ക് നിന്നാൽ മുസ്ലിം ലീഗിനെ പോലെ അല്ല. മുസ്ലിം ലീഗ് ഒറ്റക്ക് നിന്നാൽ പോലും മുസ്ലിം ലീഗ് ഒരു 10-12 സീറ്റ് ജയിക്കും. ഇതല്ല, ഒറ്റക്ക് നിന്ന ഒരു സീറ്റ് പോലും ജയിക്കില്ല. ഇപ്പൊ തന്നെ ഇവര് ജയിച്ചേക്കുന്ന സീറ്റ് ഞങ്ങളുടെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്താണെന്നറിയോ, ഞങ്ങളുടെ 3 മന്ത്രിമാരെ ജയിച്ച്, നിങ്ങളുടെ 4 മന്ത്രിമാരിൽ 3 പേരും ജയിച്ച്, നിങ്ങളുടെ 13 മന്ത്രിമാരും തോറ്റല്ലോ എന്നൊക്കെയാണ്. നിങ്ങളുടെ മന്ത്രിമാരെ എങ്ങനെ ജയിച്ചത്? ഓരോ മണ്ഡലം എടുത്ത് പരിശോധിക്കാം. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രിമാരെ ഇത് പറയുമ്പോൾ മന്ത്രിമാരൊക്കെ ഒന്ന് ആലോചിക്കണം. മന്ത്രിമാരെയൊക്കെ ഇപ്പൊ രാജൻ എങ്ങനെ ജയിച്ചു? എന്റെ പൊന്നു രജിത, രാജൻ അവിടെ ഒറ്റക്ക് നിന്ന് എത്ര വോട്ട് കിട്ടും എന്നുള്ളത് നമ്മൾ ഇപ്പൊ പറഞ്ഞ അവരെ അപമാനിക്കില്ലോ, അങ്ങനെ അപമാനിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ CPM അവിടെ കിടന്ന് മരണപ്പണി എടുത്തിട്ടാണ് ഇതിക്കട. 26 സീറ്റ് CPM-നും 8 സീറ്റ് ഇതും, ഒരെണ്ണം മറ്റേ ഇവിടെന്ന് നമ്മുടെ ജനതാദളിലും ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബാക്കിയുള്ളവരൊക്കെ ജയിച്ചേക്കണെങ്കില്
CPM കിടന്ന് മരണപ്പണി എന്ന് പറഞ്ഞാൽ നിസാര പണിയല്ല. CPM ഒരു സ്വന്തം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണിയെടുക്കുന്ന പോലെ തന്നെ പണിയെടുത്തിട്ടാണ് ജയിച്ചേക്കണം. തീർച്ചയായിട്ടും രാജന്റെയൊക്കെ ഒരു ഇമേജ് കൂടിയുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ ബാക്കിൽ നിന്ന് കുത്തിയിട്ട് സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞ കട്ടപ്പ എന്നുള്ള കട്ടപ്പ കുത്തുമ്പോഴും അങ്ങനെയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ കട്ടപ്പ വളരെ വിഷമത്തോടുകൂടിയാണ് എന്ത് ചെയ്തത്, വാള് കയറ്റുന്നത്. അപ്പൊ വിഷമത്തോടുകൂടിയാണെങ്കിൽ പോലും നിങ്ങൾ ഈ പണി ചെയ്യരുത്. മറ്റാരെങ്കിലും ഒക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും, പക്ഷെ എന്ത് ചെയ്യരുത്. അപ്പൊ ഇത് വേണോ വേണ്ടെന്നൊക്കെ പലവട്ടം ആലോചിച്ചിട്ടുണ്ടാവും, പക്ഷെ ചെയ്യരുത്. ഞാൻ പറഞ്ഞു എന്തുണ്ടാക്കാനാണ് ഇപ്പൊ ഒരു നിയമസഭ വഴിയെന്നാണ്. ഓരോ കക്ഷിയുടെ നേതാക്കന്മാരെ മാത്രമേ സംസാരിക്കാൻ വേണ്ടി വിളിക്കുള്ളൂ. പിന്നെ എന്താ, വെറുതെ ഒരു സ്ഥാനം അതൊക്കെ കിട്ടിക്കോട്ടെന്ന്, ഒരു ഓഫീസ്. ഞാൻ പറഞ്ഞ ആ മറ്റേ സെക്രട്ടേറിയറ്റിന്റെ അപ്പുറത്തെങ്ങാനും ഒരു ഓഫീസ് വാടകയ്ക്ക് എടുത്ത് CPM കൊടുത്തിട്ട് അവിടെ പോയിരുന്നു, വേണമെങ്കിൽ ഉപകക്ഷി നേതാവെന്ന് പറഞ്ഞ് ബോർഡും വെച്ചോന്ന് പറയണ്ട.